നദികളാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞതാണ്, ഇത് സെക്കൻഡ് പാർട്ടാണ്. കാണാത്ത കുട്ടികൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. ക്ലാസ്സിലേക്ക് കടക്കാം. പമ്പ നദിയാണ് പഠിക്കാൻ പോകുന്നത്. പമ്പ കേരളത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ്. അപ്പൊ നദികളിൽ നീളത്തിൽ 3-ാം സ്ഥാനമാണ് പമ്പയ്ക്ക്. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. അപ്പൊ പമ്പയുടെ നീളം 176 കിലോമീറ്റർ, 3-ാം സ്ഥാനമാണ്. ഉത്ഭവം ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നും പതനം വേമ്പനാട്ട് കായലിൽ. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പമ്പ. പമ്പയുടെ അപരനാമങ്ങൾ അല്ലെങ്കിൽ പമ്പ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ ഭഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവനാഡി, കേരളത്തിലെ പുണ്യനദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കൂടാതെ പ്രാചീന കാലത്ത് ബാരിസ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പൊ എത്ര പേരുണ്ട്? 4 പേരുകളുണ്ട്. ഒന്ന് ദക്ഷിണ ഭഗീരഥി, അടുത്തത് തിരുവിതാംകൂറിന്റെ ജീവനാഡി, നെക്സ്റ്റ് വൺ കേരളത്തിലെ പുണ്യനദി, അടുത്തത് ബാരിസ്, പഴയ കാലത്ത് ബാരിസ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ശ്രദ്ധിച്ചു പഠിക്കുക. നെക്സ്റ്റ് വൺ പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കുട്ടനാടിനെ പമ്പാ നദിയുടെ ദാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് പമ്പ ആക്ഷൻ പ്ലാൻ എന്നാണ്. എന്താണ്? പമ്പ ആക്ഷൻ പ്ലാൻ. നെക്സ്റ്റ് വൺ പ്രസിദ്ധമായ, ഏഷ്യയിലെ തന്നെ പ്രസിദ്ധമായ ക്രിസ്തുമത സമ്മേളനമായ മാരാമൻ കൺവെൻഷനും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ കൺവെൻഷനും പമ്പാ നദിയുടെ തീരത്ത് നടക്കുന്നു. അപ്പൊ 2 കൺവെൻഷനുകൾ നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്താണ്. ഒന്ന് ക്രിസ്തുമത സമ്മേളനം, ഇതാണ് മാരാമൻ. അടുത്തത് ഹിന്ദുമത സമ്മേളനം ചെറുകോൽപ്പുഴ. നെക്സ്റ്റ് വൺ പമ്പാ നദിയുടെ പോഷക നദികൾ ഏതെല്ലാം? അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, മണിമലയാർ. ഏതൊക്കെ? അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, മണിമലയാർ. നെക്സ്റ്റ് വൺ ജലോത്സവങ്ങളാൽ പ്രസിദ്ധമായ കേരളത്തിലെ നദി എന്ന് വിശേഷിപ്പിക്കുന്നതും ഏതിനെ തന്നെയാണ്? പമ്പയെ തന്നെയാണ്. കാരണം പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി തുടങ്ങിയവ നടക്കുന്നത് പമ്പാ നദിയിലാണ്. നെക്സ്റ്റ് വൺ ഈ പമ്പാ നദിയിലുള്ള 2 പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ്. ഒന്ന് ശബരി അണക്കെട്ടും അടുത്തത് കക്കാട് അണക്കെട്ടും. ശബരി, കക്കാട് അണക്കെട്ടുകൾ. അടുത്തത് പ്രസിദ്ധമായ 2 ജലവൈദ്യുത പദ്ധതികൾ, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, മണിയാർ ജലവൈദ്യുത പദ്ധതി. ഇത് രണ്ടും എവിടെ തന്നെയാണ്? പമ്പാ നദിയിൽ തന്നെയാണ്. ഇനി അടുത്തത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും പമ്പയിലാണ്. വെള്ളച്ചാട്ടത്തിന്റെ പേര് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. നെക്സ്റ്റ് വൺ ശബരിമല ക്ഷേത്രം, എടത്വ പള്ളി, ആറന്മുള ക്ഷേത്രം തുടങ്ങിയവ പമ്പാ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയങ്ങളാണ്. ഏതൊക്കെയാണ് ആരാധനാലയങ്ങൾ? ശബരിമല ക്ഷേത്രം, എടത്വ പള്ളി, ആറന്മുള ക്ഷേത്രം. ഇത്രയാണ് പമ്പാ നദിയെ കുറിച്ച്. ഒന്നും കൂടെ നോക്കാം. 176 കിലോമീറ്റർ നീളാണ്. കേരളത്തിൽ നീളത്തിൽ 3-ാം സ്ഥാനമാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? പുളിച്ചിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട് കായലിൽ പതിക്കുന്നു. ദക്ഷിണ ഭഗീരഥി, തിരുവിതാംകൂറിന്റെ ജീവനാഡി, കേരളത്തിലെ പുണ്യനദി, ബാരിസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു. പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. നെക്സ്റ്റ് വൺ മാലിന്യമുക്തമാക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേര് പമ്പ ആക്ഷൻ പ്ലാൻ. 2 പ്രസിദ്ധമായ കൺവെൻഷനുകൾ, ഒന്ന് ക്രിസ്തുമത കൺവെൻഷൻ, ഏതാണ്? മാരാമൻ കൺവെൻഷൻ. അടുത്തത് ഹിന്ദുമത കൺവെൻഷനായ ചെറുകോൽപ്പുഴ കൺവെൻഷൻ. രണ്ടും എവിടെ നടക്കുന്നു? പമ്പയുടെ തീരത്ത് നടക്കുന്നു. പോഷക നദികൾ അച്ഛൻ കോവിലാർ, കക്കിയാർ, കല്ലാർ, മണിമലയാർ. ജലോത്സവങ്ങളാൽ പ്രസിദ്ധമായ നദി, കാരണം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, നെക്സ്റ്റ് വൺ രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി തുടങ്ങിയവ നടക്കുന്നതും പമ്പാ നദിയിലാണ്. അണക്കെട്ടുകൾ ശബരി, കക്കാട് അണക്കെട്ട്. വൈദ്യുത പദ്ധതികൾ ശബരിഗിരി, മണിമലയാർ ശബരിഗിരി, മണിയാർ ജലവൈദ്യുത പദ്ധതികൾ. വെള്ളച്ചാട്ടം പെരുന്തേനരുവി വെള്ളച്ചാട്ടം. കൂടാതെ ഏതൊക്കെ ആരാധനാലയങ്ങൾ പമ്പയുടെ തീരത്തുണ്ട്? ശബരിമല ക്ഷേത്രം, എടത്വ പള്ളി, ആറന്മുള ക്ഷേത്രം തുടങ്ങിയവയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാലിയാർ നദി നോക്കാം കേട്ടോ. ചാലിയാർ
വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് കേരളത്തിൽ. നീളത്തിൽ 4ാം സ്ഥാനത്തുള്ള നദിയാണ്. നീളം 169 കിലോമീറ്റർ ആണ്. എത്രയാണ്? 169 കിലോമീറ്റർ. നീളം നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി ഉത്ഭവിക്കുന്നത് വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന്. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ബേപ്പൂർ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ഇനി ബേപ്പൂർ പുഴ, കല്ലായി പുഴ, നിലമ്പൂർ പുഴ, ചൂലിക നദി എന്നീ അപരനാമങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് ചാലിയാറാണ്. അപ്പൊ ചാലിയാറിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ബേപ്പൂർ റിവർ, കല്ലായി റിവർ, അതുപോലെ തന്നെ നിലമ്പൂർ നദി, ചൂലിക നദി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു? വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു. നെക്സ്റ്റ് വൺ ഇതിന്റെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ആണ്, പോഷക നദികളാണ്. കരിമ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, കരിമ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിപ്പുഴ തുടങ്ങിയവ. കരിമ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിപ്പുഴ തുടങ്ങിയവ. ചാലിപ്പുഴയുടെ പ്രത്യേകത, ചാലിപ്പുഴയിലാണ് പ്രസിദ്ധമായ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. അപ്പോ ചാലിയാറിന്റെ പോഷക നദിയായ ചാലിപ്പുഴയിൽ കോഴിക്കോട് ജില്ലയിൽ പ്രസിദ്ധമായ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ, കേരളത്തിൽ വളരെയധികം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. ആദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നദി എന്ന് ചോദിക്കുമ്പോൾ ചാലിയാറാണ് നമ്മൾ ആൻസർ കൊടുക്കാറ്. ഇപ്പൊ പൊസിഷനൊക്കെ മാറി. ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ മലിനീകരണം ഉള്ളത് ഏതായി മാറി? പെരിയാറായി മാറി. അങ്ങനെ ചാലിയാർ ഇത്രയും മാത്രം മലിനീകരിക്കപ്പെടാൻ കാരണം മാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം മുഴുവൻ എവിടേക്കായിരിക്കും ഒഴുകിയിട്ടുണ്ടാവുക? ചാലിയാറിലേക്കായിരിക്കും ഒഴുകിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി ഇങ്ങനെ മലിനീകരണം ഉണ്ടായപ്പോൾ അതിനെതിരെ ആ മലിനീകരണത്തെ എന്താ പറയുക ചെറുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും സംഘടനകളും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അങ്ങനെ കേരളത്തില് വായു ജല മലിനീകരണത്തിനെതിരെ ആദ്യമായി നടന്ന ലഹള എന്നറിയപ്പെടുന്നത് ചാലിയാർ ലഹളയാണ് കേട്ടോ. വായു ജല മലിനീകരണത്തിനെതിരെ ആദ്യമായി നടന്ന ലഹള ചാലിയാർ ലഹള. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ.എ. റഹ്മാൻ. നേതാവ് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത് കെ.എ. റഹ്മാനാണ്. അപ്പൊ മലിനീകരണം ഏറ്റവും കൂടുതലുള്ള നദിയായിരുന്നു ചാലിയാർ. ഇപ്പൊ പെരിയാറാണ്. അങ്ങനെ ചാലിയാറിന് മലിനീകരണം ഉണ്ടാവാൻ കാരണം മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് ആണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. അതിന് നേതൃത്വം നൽകിയ വ്യക്തി കെ.എ. റഹ്മാനാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദിയാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദിയാണ് ഏതാ? ചാലിയാർ. നെക്സ്റ്റ് വൺ, നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദിയാണ്. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ഇനി ചാലിയാറിന്റെ തീരത്ത് കുറച്ച് പട്ടണങ്ങൾ ഉണ്ട്. പക്ഷെ പ്രസിദ്ധമായ കുറച്ച് ചാലിയാറിന്റെ തീരത്തുള്ള 2-3 പട്ടണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് നിലമ്പൂർ പട്ടണം, അടുത്ത ബേപ്പൂർ പട്ടണം, ഫറൂഖ് പട്ടണം. അപ്പൊ നിലമ്പൂർ, ബേപ്പൂർ, ഫറൂഖ് തുടങ്ങിയവ ചാലിയാറിന്റെ തീരത്ത് കാണപ്പെടുന്ന പട്ടണമാണ്. അപ്പൊ കേരളത്തിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്തുള്ള 169 കിലോമീറ്റർ നീളത്തിലുള്ള നദിയാണ് ചാലിയാർ. വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. ബേപ്പൂർ റിവർ, കലായി റിവർ, നിലമ്പൂർ റിവർ, ചൂലിക നദി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നു. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്നു. കരിമ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ, ചാലിപ്പുഴ തുടങ്ങിയവ പോഷക നദികളാണ്. ചാലിപ്പുഴയിൽ പ്രസിദ്ധമായ തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിൽ കാണപ്പെടുന്നു. മലിനീകരണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന നദിയായിരുന്നു. ഇപ്പോ അത് പെരിയാറായി. മലിനീകരണത്തിന് കാരണം മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് ആണ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി ലഹള നടന്നത് ചാലിയാർ ലഹള എന്നാണ് അതിനറിയപ്പെടുന്നത്. അതിന്റെ നേതാവ് കെ.എ. റഹ്മാനാണ്. ഗോൾഡ് ഡെപ്പോസിറ്റ് കണ്ടെത്തിയ ഒരു നദിയാണ് ഏത്? ചാലിയാർ. നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്നു. നിലമ്പൂർ, ബേപ്പൂർ, ഫറൂഖ് പട്ടണങ്ങൾ ചാലിയാറിന്റെ തീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള പട്ടണങ്ങളാണ്.
ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ചാലക്കുടി പുഴ പഠിച്ചാലോ. പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, കേരളത്തിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഏതാണെന്നുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷനുകളെ പഠിക്കാറുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ 5 വരെയുള്ളതും ചെറുതിൻ്റെയും അതിൻ്റെയും ഒക്കെ നീളം പഠിച്ചു തുടങ്ങിയത്. അപ്പൊ കേരളത്തിൽ വലുപ്പത്തിൽ അല്ലെങ്കിൽ നീളത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയായ ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. എത്രയാണ്? 145.5 കിലോമീറ്റർ ആണ്. ഉത്ഭവം ആനമലയിൽ നിന്നാണ്. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ആനമലയിൽ നിന്ന്. പതനം കൊടുങ്ങല്ലൂർ കായലിലാണ്. എവിടെയാ പതിക്കണേ? കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. ഇനി നമ്മൾ പെരിയാർ പഠിച്ചപ്പോ പെരിയാർ ആലുവയിൽ വെച്ച് 2ആയി പിരിയുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മംഗലം പുഴ എന്നും അടുത്തത് മാർത്താണ്ഡൻ പുഴ എന്നും പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അല്ല, സെക്കൻഡ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്, സെക്കൻഡ് ക്ലാസ് കാണാം. അപ്പൊ ഈ മംഗലം പുഴ പുത്തമ്പേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോ ഏതുമായിട്ട് കൂടിയോജിക്കുന്നു? ചാലക്കുടി പുഴയുമായിട്ട് കൂടിയോജിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു. അപ്പൊ മംഗലം പുഴയും മാർത്താണ്ഡ പുഴയും 2 പെരിയാർ ആലുവയിൽ വെച്ച് 2ആയി പിരിയുന്നതാണ്. അപ്പൊ അവിടെ ആ മംഗലം പുഴ ഒഴുകിപ്പോയി പുത്തമ്പേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ചാലക്കുടി പുഴയിൽ യോജിക്കുകയും അങ്ങനെ അത് ഒരുമിച്ച് ഒഴുകുകയും പിന്നീട് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുകയും ചെയ്യുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള നദി, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതിനാ പറയാ? നമ്മൾ ചാലക്കുടി പുഴയാണ് പറയാം. കൂടാതെ ഏറ്റവും കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ വാഴച്ചാൽ വെള്ളച്ചാട്ടം, പെരിങ്ങൽകുത്ത വെള്ളച്ചാട്ടം, ഇതൊക്കെ എവിടെയാണ്? ചാലക്കുടി പുഴയിലാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം കാണപ്പെടുന്നത് ചാലക്കുടി പുഴയിൽ വൈന്തലയിലാണ്. ചാലക്കുടി പുഴയിൽ വൈന്തലയിലാണ്. ഏത് തടാകമാണ്? ഓക്സ്ബോ തടാകം. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിൽ വൈന്തലയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഷോളയാർ, പെരിങ്ങൽകുത്ത് തുടങ്ങിയവ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ ജലവൈദ്യുത പദ്ധതികളാണ്. ഷോളയാർ, പെരിങ്ങൽകുത്ത് തുടങ്ങിയവ ചാലക്കുടി പുഴയിൽ കാണപ്പെടുന്ന പ്രസിദ്ധമായ ജലവൈദ്യുത പദ്ധതികളാണ്. ഇനി അടുത്തത്, ചാലക്കുടി പുഴയിൽ ജലസേചനത്തിനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറയുന്നത് തുമ്പൂർ മൊഴിയാണ്. അപ്പൊ തുമ്പൂർ മൊഴി ഡാം ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ജലസേചനത്തിന് വേണ്ടിയിട്ട് തുമ്പൂർ മൊഴി. അടുത്ത ട്രൈബ്യൂട്ടറീസ് ആണ്. ചോദിച്ചു കണ്ടിട്ടില്ല, എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് അത് എഴുതിയത്. പറമ്പിക്കുളം, ഷോളയാർ, ആനക്കയം തുടങ്ങിയവ ചാലക്കുടി പുഴയുടെ പോഷക നദികളാണ്. പറമ്പിക്കുളം, ഷോളയാർ, ആനക്കയം തുടങ്ങിയവ. ഒന്നും കൂടി ചാലക്കുടി പുഴ നോക്കുക. കേരളത്തിൽ നീളത്തിൽ 5ാം സ്ഥാനത്തുള്ള ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ ആണ് നീളം. ഉത്ഭവം ആനമലയിൽ നിന്നും പതിക്കുന്നത് കൊടുങ്ങല്ലൂർ കായലിലും. പെരിയാറിന്റെ 2 കൈവഴികളായ, അതായത് ആലുവയിൽ വെച്ച് 2ആയി പിരിയുന്ന മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ തുടങ്ങിയവയിൽ മംഗലപ്പുഴ പുത്തമ്പേലിക്കരയിൽ വെച്ച് ഏതുമായി കൂടിയോജിക്കുന്നു? ചാലക്കുടി പുഴയുമായി കൂടിയോജിക്കുകയും ഒരുമിച്ച് ഒഴുകി പിന്നീട് അത് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുകയും ചെയ്യുന്നു. മത്സ്യസമ്പത്തിനാൽ സമ്പന്നവും ജൈവ വൈവിധ്യങ്ങൾ ധാരാളം കാണപ്പെടുന്നതുമായിട്ടുള്ള നദിയാണ് ചാലക്കുടി പുഴ. അതിരപ്പിള്ളി, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത് തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടുന്നു. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിൽ വൈന്തലയിലാണ്. നെക്സ്റ്റ് വൺ, ഷോളയാർ, പെരിങ്ങൽകുത്ത് തുടങ്ങിയ ജലവൈദ്യുത പദ്ധതികളും ചാലക്കുടി പുഴയിലാണ്. തുമ്പൂർ മൊഴി ഡാം എന്തിനു വേണ്ടി? പ്രസിദ്ധമായിട്ട് നമ്മള് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് തുമ്പൂർ മൊഴി ഡാം ഏത് നദിയിൽ? ചാലക്കുടി പുഴയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പറമ്പിക്കുളം, ഷോളയാർ, ആനക്കയം തുടങ്ങിയവ ചാലക്കുടി പുഴയുടെ പ്രസിദ്ധമായിട്ടുള്ള ട്രൈബ്യൂട്ടറീസ് അഥവാ പോഷക നദികളാണ്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പൊ കുറച്ച് ഭാഗങ്ങളായിട്ട് ചെറിയൊരു 10-18 മിനിറ്റ് വരെയുള്ള ചെറിയ ടോപ്പിക്കുകളായിട്ട് ഈ നദികൾ എടുക്കാൻ കാരണം, ഒരുമിച്ച് നിങ്ങൾ നദികൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് പാടാണ്. ഉത്ഭവവും പതനവും അതുപോലെ തന്നെ ട്രൈബ്യൂട്ടറീസും ഒക്കെ തെറ്റും. ട്രൈബ്യൂട്ടറീസിനൊക്കെ പ്രത്യേകം ഞാൻ കോഡ് പറയാത്തതിന്റെ കാരണം എല്ലാം കൂടെ കോഡ് പഠിച്ച് ഇനി കോഡ് പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് തീർച്ചയായിട്ടും വീണ്ടും കേൾക്കുക. അതാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പതിയും. പ്രസിദ്ധമായിട്ടുള്ള സിനിമാ ഡയലോഗുകൾ, പാട്ടുകൾ, ഇതൊക്കെ നമ്മൾ കാണാതെ പറയുന്നുണ്ട്. എങ്ങനെയത് പറയാൻ പറ്റണേ? നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? അതുപോലെ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾ എൻ്റെയും അതുപോലെ തന്നെ എന്നെ പോലുള്ള മറ്റു ടീച്ചേഴ്സിനെയും ക്ലാസ്സുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് പതിയും. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, ഞങ്ങളെപ്പോലുള്ള ടീച്ചേഴ്സിൻ്റെ ഏറ്റവും വലിയ ബഹുമതി കിട്ടുന്ന
ഏറ്റവും നല്ല ബഹുമതി എന്ന് പറയുന്നത് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക തുടങ്ങിയവയാണ്. അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അതാത് ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ രസകരമായിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.